വിരമിക്കൽ ആനുകൂല്യമായി 5 ലക്ഷം രൂപ നൽകുന്നതടക്കമുള്ള ആവശ്യങ്ങളിൽ തീരുമാനമുണ്ടാകാതെ സമരം അവസാനിപ്പിക്കില്ലെന്ന് ആശമാർ. വേതനം വർദ്ധിപ്പിക്കാനുള്ള കേന്ദ്ര പ്രഖ്യാപനം സ്വാഗതം ചെയ്യുന്നു. വർധവിനെ പറ്റിയുള്ള കൃത്യമായ വിവരം ലഭിച്ചിട്ടില്ല. 10 ലക്ഷം സ്ത്രീകളുടെ കണ്ണീർ ഒപ്പാനായെന്നും സമരസമിതി അംഗങ്ങൾ പറഞ്ഞു. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വളരെ ആശ്വാസവും സന്തോഷവും അഭിമാനവുമാണ്. കാരണം നമ്മൾ കേരളത്തിലെ ആശാവർക്കർമാരുടെ വിഷയം ഉന്നയിച്ചുകൊണ്ടാണ് സമരം തുടങ്ങിയത്. പക്ഷേ ഇന്ത്യയിലെ 10 ലക്ഷത്തോളം വരുന്ന സ്ത്രീകൾക്ക്, പണിയെടുക്കുന്നവർക്ക് ആശ്വാസകരമാകുന്ന തരത്തിലേക്ക് ഈ സമരം കൊണ്ടെത്തിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളതിനുള്ള വളരെ വലിയൊരു അഭിമാനത്തിലാണ് ഞങ്ങൾ. വേതനം വർദ്ധിപ്പിക്കുമെന്നാണോ പറഞ്ഞത്, ധനസഹായം കൂട്ടുമെന്നാണോ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ ഇൻസെൻറ്റീവാണ് കേന്ദ്രം തന്നുകൊണ്ടിരിക്കുന്നത്. അത് എത്രത്തോളം വർദ്ധിപ്പിക്കും എന്നുള്ളത് നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു. അതല്ല, സംസ്ഥാനത്തിന് കൊടുക്കുന്ന ഫണ്ട് വർദ്ധിപ്പിക്കുകയാണെങ്കിൽ അത് ആശാവർക്കർമാർക്ക് വലിയ പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല. സ്വാന്തന ചേരുന്നുണ്ട്. സ്വാന്തന, JP നദ്ദ രാജ്യസഭയിൽ പറഞ്ഞതിനോട് എങ്ങനെയാണ് ആശമാർ പ്രതികരിക്കുന്നത്? സ്വാഭാവികമായിട്ടും അവരതിനെ സ്വാഗതം ചെയ്യും, പക്ഷേ ഒരു കൺഫ്യൂഷൻ ഉണ്ട് അല്ലേ നിലവിൽ? ധന്യ, കഴിഞ്ഞ 30 ദിവസമായി ആശമാര് ഈ സെക്രട്ടേറിയറ്റ് പഠിക്കൽ സമരം ചെയ്യുകയാണ്. 30 ദിവസത്തെയും കാര്യങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ കേന്ദ്രം കേരള സർക്കാരിനെ കുറ്റം പറയുന്നു, കേരള സർക്കാർ കേന്ദ്ര സർക്കാരിന്റെ മേൽ പഴിചാരി രക്ഷപ്പെടുന്നു. ഇങ്ങനെ പരസ്പരം രണ്ട് കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരി കൈ കഴുകുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ 30 ദിവസവും കണ്ടിട്ടുള്ളത്. ഇത് ആദ്യ മന്ത്രി ചർച്ചയ്ക്ക് വിളിച്ച 6ാമത്തെ ദിവസം പോലും കേന്ദ്രം പണം നൽകാത്തത് കൊണ്ടാണ് കേരളത്തിന് അത് തരാൻ കഴിയാത്തത് എന്നുള്ള മറുപടിയാണ് ആരോഗ്യമന്ത്രി നൽകിയത്. നിങ്ങൾ കേരള സർക്കാരിനെതിരെയല്ല, കേന്ദ്ര സർക്കാരിനെതിരെയാണ് സമരം ചെയ്യേണ്ടത്. അങ്ങനെ ഒരു സമരം ചെയ്യാൻ എത്ര ദിവസം വേണമെങ്കിലും കേന്ദ്രത്തിൽ പോയി സമരം ചെയ്യാൻ ഞാനും നിങ്ങളുടെ കൂടെ വരാമെന്നൊരു പ്രഖ്യാപനം കൂടി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അന്ന് പറഞ്ഞിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ കേന്ദ്രം പറയുന്നത് ഒരു പൈസ പോലും കേരളത്തിന് നൽകാനില്ല, കുടിശ്ശിക തുകയായി ഒന്നുമില്ല എന്നാണ്. കേരള സർക്കാർ ഏതാണ്ട് 100 കോടിയിലധികം രൂപ കിട്ടാനുണ്ട് എന്ന് പറയുമ്പോഴാണ് ഇത്തരത്തിലൊരു കേന്ദ്ര ആരോഗ്യമന്ത്രി 1 രൂപ പോലും കുടിശ്ശികയായി നൽകാനില്ല, ഈ പണം എന്ത് ചെയ്തു എന്ന് കേരളം വ്യക്തമാക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യം പറയുന്നത്. അത് മാത്രമല്ല, ഇവരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും ആശ്വാസകരമായ കാര്യം ഈ വേതനം വർദ്ധിപ്പിക്കാമെന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. നേരത്തെ തന്നെ ചോദിച്ചതുപോലെ കൺഫ്യൂഷൻ എന്ന് പറയുന്നത് ഇതിൽ വേതനം തുക, അതായത് ഈ ഓണറേറിയം തുക നൽകുന്നത് സംസ്ഥാന സർക്കാരാണ്. ഇതിൽ ഇൻസെന്റീവ് തുകയാണ് കേന്ദ്രം നൽകുന്നത്. ആ ഇൻസെന്റീവ് തുക നിലവിൽ വർദ്ധിപ്പിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഏത് കാര്യമാണ് വർദ്ധിപ്പിക്കാമെന്ന് പറഞ്ഞത് എന്ന് അവർക്കും വ്യക്തത വന്നിട്ടില്ല. അതുകൊണ്ടാണ് നേരത്തെ നമ്മളോട് സംസാരിച്ച സമരസമിതി നേതാവ് ബിന്ദു അടക്കം പറഞ്ഞിരിക്കുന്നത് ഏത് തുകയാണ് വർദ്ധിപ്പിക്കുന്നത് എന്ന് തങ്ങൾക്ക് വ്യക്തത ലഭിച്ചിട്ടില്ല എന്ന്. ഇനിയിപ്പോൾ ആ കാര്യത്തിൽ വ്യക്തത ലഭിച്ചാൽ പോലും ഇവരെ സമരം അവസാനിപ്പിക്കില്ല എന്നുള്ളതാണ് തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ 21,000 രൂപയായി ഓണറേറിയം തുക വർദ്ധിപ്പിക്കണമെന്ന് പറയുന്നതിനൊപ്പം തന്നെ 5 ലക്ഷം രൂപ പെൻഷൻ തുക നൽകണമെന്നൊരു ആവശ്യം കൂടി ഇവർ ഉന്നയിക്കുന്നുണ്ട്. അങ്ങനെ ആ ആവശ്യം കൂടി ഉന്നയിച്ചാൽ മാത്രമേ ഈ സമരം അവസാനിപ്പിക്കൂ, അല്ലെങ്കിൽ അതിലൊരു തീരുമാനം കൂടി ഉണ്ടായ ശേഷം മാത്രമേ ഈ സമരം അവസാനിപ്പിക്കൂ എന്നാണ് ഇപ്പോൾ ഈ സമരസമിതി അംഗങ്ങൾ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ കേന്ദ്രത്തിൽ നിന്ന് വന്നിരിക്കുന്ന വളരെ ആശ്വാസകരമായ ഒരു വാർത്തയാണ്. കഴിഞ്ഞ 30 ദിവസമായി ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഒരു പ്രതീക്ഷകളുമില്ലായിരുന്നു. ഇവിടെ ഒരു ചേച്ചിയോട് തന്നെ, ആ ചേച്ചി ഇത് അറിഞ്ഞപ്പോൾ മുതൽ വലിയ കരച്ചിലായിരുന്നു, പൊട്ടിക്കരയായിരുന്നു. ചേച്ചി ഇപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എന്താണ് പറയാനുള്ളത്? ഒരുപാട് സന്തോഷമുണ്ട്. 30 ദിവസമായിട്ട് രാവും പകലും സമരത്തിലിരിക്കുകയാണ്. ഇവിടെ മഴയും വെയിലും ഒക്കെ കൊണ്ട് ഒരുപാട് ആളുകളുടെ അപഹാസങ്ങൾ കേട്ട് അങ്ങനെ ഒരുപാട് ഇത് സഹിച്ചാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു സന്തോഷവും സങ്കടവും എല്ലാം കൂടെ ഉണ്ട്. കാരണം ഞാൻ സത്യസന്ധമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ആശാ വർക്കറാണ്. 17 വർഷം കഴിഞ്ഞ് ഇത് 18ാമത്തെ. അപ്പം ഒരു ആശ്വാസം തോന്നുന്നുണ്ടോ? ഇത് പരിഗണിക്കപ്പെടുമെന്ന് തോന്നുന്നുണ്ടോ? കാരണം 30 ദിവസത്തിലേക്ക് എത്തിയിട്ടും ഒരു തരത്തിലുള്ള പ്രതികരണവും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാതിരുന്നപ്പോൾ നിങ്ങൾ വലിയ ഒരു വിഷമത്തിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഒരുപാട് ആശ്വാസം തോന്നുന്നുണ്ട്. കാരണം 30 ദിവസമായിട്ടും ഒരു മിനിറ്റ് മുമ്പ് ഈ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പൊങ്കാലയ്ക്ക് മുമ്പെങ്കിലും നമുക്ക് ഒരു ഇത് കിട്ടിയാൽ മതിയായിരുന്നു, ദൈവത്തിന് ഇതൊക്കെ പറഞ്ഞു. ഒരച്ഛൻ വന്ന് ഇവിടുന്ന് പാട്ട് പാടിയിരുന്നു. ആ അച്ഛൻ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രായപ്പെട്ടവരെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതന്നെയാ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞതുപോലെ അത് സന്തോഷത്തിന്റെ ഒരു കണ്ണീരാണെന്ന് പറയാം. കാരണം ഇത് ഇങ്ങനെ ഒരു പ്രഖ്യാപനം വന്നതിന് പിന്നാലെ തന്നെ വളരെ വൈകാരികമായിട്ടാണ് ഇവിടെ ഇരിക്കുന്ന ഓരോ സ്ത്രീകളും പ്രതികരിച്ചത്. കാരണം കഴിഞ്ഞ 30 ദിവസമായി വെയില് മഴ എന്നൊന്നും ഇല്ലാതെ ഈ സെക്രട്ടേറിയറ്റ് പഠിക്കൽ കഴിയുന്ന മനുഷ്യരാണ് ഇവർ. എന്ത് തന്നെയായാലും ഇവരുടെ മറ്റാവശ്യങ്ങൾ കൂടി സർക്കാർ ഇത്രയും വേഗം പരിഗണിച്ച് മുന്നോട്ടേക്ക് പോകുമെന്നൊരു പ്രതീക്ഷ തന്നെയാണ് ധന്യ നിലവിൽ ഇവർക്ക് ഉള്ളത്. ശരി സ്വാന്തന.